കൊടുത്തിറക്കുകയാണ് എന്ന മട്ടിൽ പറയുമ്പോൾ CPM-ന്റെ പ്രതിഷേധങ്ങൾ മാത്രമേ ഉള്ളൂ ശരിയായ പ്രതിഷേധം. ഒരു നേതാവിന് വേണ്ടി ജനം തെരുവിലിറങ്ങുന്ന ഒരു CPM നേതാവിന് മാത്രമേ സാധ്യമാവുള്ളൂ, അല്ല കോൺഗ്രസ് നേതാവിന് സാധ്യമാവില്ല. ഒരു ചോദ്യം, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ VD സതീശന്റെ പേര് തള്ളിയിട്ടുണ്ടോ? അല്ല ഒരു മിനിറ്റ് ഇവിടെ KC സതീശന്റെ പേര് ഇപ്പോഴും പരിഗണിക്കും. അല്ല അങ്ങയുടെ അഭിപ്രായം എന്താ? തോൾ ചേർന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന് ഒരു ടീമാണ് അധികാരം ജനങ്ങൾക്ക് ആശ്വാസകരമായി അനുഭവിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മത്സരിച്ചു വന്ന നേതാക്കൾ അധികാര കസേരയിലേക്ക് തർക്കങ്ങളുമായി ദില്ലിക്ക് പോകുമ്പോൾ അവരെ അനുകൂലിക്കുന്നവർ തെരുവിൽ നടത്തുന്ന പൊറാട്ട് നാടകങ്ങളൊക്കെയാണ് സത്യത്തിൽ നമ്മൾ ഈ കാണുന്നത്. അത് ജനാധിപത്യത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്നതാണ്, അപമാനിക്കുന്നതാണ്. ആര് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ഉണ്ട്. പറയുന്നത് ഏഷ്യാനെറ്റാണ്. ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ഭാഷയുണ്ടല്ലോ, ഇത്ര നല്ല ഭാഷയൊക്കെ വരെ കയ്യിലുണ്ടല്ലോ എന്നുള്ള എനിക്ക് അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇതെങ്ങാൻ ഈ നടക്കുന്ന ഈ ഒരു അധികാര വടംവലി തല്ലെങ്ങാൻ അത് CPM-ലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോ ആയിരുന്നെങ്കിൽ എന്ത് തരം ഭാഷയായിരിക്കും ഇവരൊക്കെ ഉപയോഗിക്കുക എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് സങ്കല്പിച്ച് നോക്കണം കേട്ടോ. സങ്കല്പം മാത്രം മതി, വെറുതെ അത് യാഥാർത്ഥ്യമാവുന്ന ആരും വിചാരിക്കേണ്ട. യാഥാർത്ഥ്യമായിട്ട് അത് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഭാഷ കേൾക്കണോ? ഒന്ന് കേട്ടോക്കി. അതുവഴി തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനം ശരിയായാലും തെറ്റായി കഴിഞ്ഞാലും അതിനകത്ത് പ്രവർത്തിക്കുന്നവർക്കും ജനങ്ങൾക്കും അതിനോട് പ്രതികരിക്കാൻ ഉള്ള എല്ലാ അർഹതയുണ്ട്. പക്ഷെ ഇത് തെരുവിലേക്ക് വലിച്ചഴിച്ച് ഈ നടക്കുന്നതൊക്കെ എന്തൊരു വൃത്തികെട്ട നാടകമാണെന്നുള്ളതാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സർക്കാർ രൂപീകരണ സമയത്ത് എന്തൊരു വൃത്തികെട്ട നാടകമാണെന്നൊക്കെ പറയാനുള്ള ഒരു ഭാഷാ ചാതുരി ഇവർക്കുണ്ടല്ലോ. വൃത്തികെട്ട നാടകം എന്നൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളതാണ് നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇത് കഴിയുന്നില്ല കേട്ടോ. ഇനി ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ അരുൺകുമാർ പറയുന്നത് ഇന്നിപ്പോ ഏകദേശം ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരാകും മുഖ്യമന്ത്രി എന്ന് പറയുന്ന കാര്യത്തിൽ തീരുമാനമാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് മരിക്കണോ, പെട്രോൾ ഒഴിച്ച് മരിക്കണോ, ഇനി പാലഭിഷേകം നടക്കണോ, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സംഗതികളൊക്കെ നടക്കണോ എന്നൊക്കെ ഇന്ന് ഏകദേശം വൈകുന്നേരത്തോട് കൂടിയിട്ട് തീരുമാനമാവും. ഇന്നെങ്കിലും തീരുമാനമാവണേ എന്ന് വോട്ട് ചെയ്ത കേരള ജനത മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുവാടാ ഈ നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അരുൺകുമാർ പറയുന്നത് വേറെ രീതിയിലാണ്. ദില്ലിയിൽ ഇന്ന് മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിൽ തീരുമാനമാകും. മുൾമുനയിലാണ് UDF ക്യാമ്പ് എന്നതിൽ സംശയമില്ല. കാത്തിരുന്ന് കാണാം. VD-യുടെ പക്ഷത്തുള്ളവരും KC-യുടെ പക്ഷത്തുള്ളവരും RC-യുടെ പക്ഷത്തുള്ളവരും ഒരേപോലെ പ്രതീക്ഷയിൽ നിൽക്കുന്നു. അതേസമയം തന്നെ കേരളത്തിൽ ഫ്ലെക്സി യുദ്ധം, പല ആളുകളും പലർക്കായി രംഗത്തിറങ്ങുന്ന കാഴ്ചകൾ ഇതൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും അത്ര തമാശ കാഴ്ചകളിലെല്ലാം അപ്പുറത്ത് ഏറ്റവും രസകരമായ ചില കാര്യങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവർ വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചത് മാത്രമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കണം. നാച്ചുറൽ ചോയ്സ് എന്ന വെള്ളയമ്പലത്ത് സതീശന്റെ ഒരു ഫ്ലക്സ് വെച്ചിരുന്നു. അവിടെ ഇപ്പോൾ അതിന്റെ കൂടെ ചെറിയൊരു പോസ്റ്റർ വെച്ചിട്ട് കൂലിക്ക് ആളെ ഇറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് സതീശനെതിരെ പരിഹസിച്ചുകൊണ്ട് ചെറിയ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഈ പോസ്റ്ററുകളൊന്നും വെച്ചത് LDF-കാരല്ല, കമ്മ്യൂണിസ്റ്റുകാരല്ല. ഇതെല്ലാം വെച്ചത് UDF-കാരാണ്. ഇവർ നമ്മുടെ മുമ്പിലേക്ക് വന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഇവിടെ ഗ്രൂപ്പൊന്നുമില്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു വന്ന ആൾക്കാരാണ്. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരോ ഗ്രൂപ്പുകൾക്കും ഏകദേശം ഇത്ര മന്ത്രിമാരെ വെച്ച് വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാവണം മുഖ്യമന്ത്രി എന്നീ പറയുന്ന ആവശ്യങ്ങളൊക്കെ ഉയരുന്നു. ഇവർ പരസ്പരം തല്ലുന്നു. അധികാരം കിട്ടിയിട്ടില്ല, അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവർ പരസ്പരം തല്ലുന്നു. നോക്കൂ, ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ പരസ്പരം തല്ലുന്ന ഇവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും ഒരാളെ ഏറ്റവും മാന്യം മര്യാദയ്ക്ക് ഭരിക്കാൻ വേണ്ടി സമ്മതിക്കുമോ എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയട്ടെ, പ്രതിപക്ഷത്തിന്റെ ആവശ്യമില്ല. കേരളത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷത്തിന്റെ ഒരാവശ്യം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഓരോരുത്തരെയും താഴെ ഇറക്കാനുള്ള ആയുധങ്ങൾ കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷമായിരിക്കില്ല, അത് ഭരണപക്ഷം തന്നെ ആയിരിക്കും. RC ആണെങ്കിൽ RC-യെ താഴെ എടുക്കാൻ, ഇനിയിപ്പോൾ KC ആണെങ്കിൽ KC-യെ താഴെ എടുക്കാൻ, ഇനി VD ആണെങ്കിൽ VD-യെ താഴെ ഇറക്കാൻ ഓരോരുത്തരും അവർ അംഗത്തട്ടിൽ ആയുധങ്ങളൊക്കെ കണ്ടെത്തുന്നതാണ്. ഒരു സിമ്പിൾ സാധനം പറയാം, സരിതൊക്കെ പൊന്തി വരാൻ സാധ്യതയുണ്ട്. പഴയ സോളാർ കേസും സരിതയൊക്കെ പൊന്തി വരാനും അതിൻ്റെ ഭാഗമായിട്ട് തച്ച് തകർക്കാനുള്ള ആളുകളൊക്കെ ഇപ്പോഴേ റെഡി ആയിട്ടിരിക്കും. മാങ്കൂട്ടത്തിലൊക്കെ നിശബ്ദരാണ്.
മാങ്കൂട്ടത്തിലൊക്കെ നിശബ്ദരാണ്, ഷാഫി പറമ്പിൽ നിശബ്ദരാണ്. ഇവരൊക്കെ നിശബ്ദമായിരിക്കുന്നത് എന്തായുധം കൊണ്ട് പൊന്തി വരാനാണെന്ന് മാത്രം നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി എന്നതാണ്. ഒരുപക്ഷെ ഞാനിങ്ങനെ പറയുന്ന മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ ഏകദേശം ഇതൊക്കെ ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യമേയുള്ളൂ. ഇന്നലെ കെ സി വേണുഗോപാൽ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അയാളുടെ ഒരു ഔദാര്യവും പറ്റിയിട്ടില്ല, ഒരു ഔദാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്കൊരു ചുക്കും അയാൾ ചെയ്തു തന്നിട്ടില്ല. പക്ഷെ അയാൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അല്ലേ? അയാളെ നമുക്ക് എഴുതി തള്ളാൻ പറ്റൂ? നോക്കൂ, ഇയാളെ എഴുതി തള്ളാനൊന്നും പറ്റില്ല. പക്ഷേ കൃത്യമായിട്ട് ഇയാൾ പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് സംഘടനാ ചുമതല വഹിക്കുന്ന ഒരു വലിയ നേതാവിന്റെ ഫ്ലക്സ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തച്ചു തകർക്കുന്നു എന്നുള്ളതാണ്. എന്തിന്റെ പേരിൽ തച്ചു തകർക്കുന്നു? ഇയാളെ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകണ്ടേ എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം ചോദിച്ചു പോകുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ശരിയാണല്ലോ എന്ന്, അല്ലേ? അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഈ ചങ്ങാതി ചോദിച്ചു പോകുന്നത്. പക്ഷേ അത് ശരിയല്ല എന്നും ശരിയായിട്ടുള്ള വേറെ ചില കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുക ഇങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ്. എവിടെ അത്? അത് എപ്പോൾ കേൾപ്പിച്ചു തരാം, ഒറ്റ മിനിറ്റ്. എവിടെ അത്? ഹലോ, ആ പെട്രോൾ വെച്ച് സമരം ചെയ്ത വ്യക്തി മരിച്ചോ? ആരാ വിളിക്കുന്നു? വാർത്ത കണ്ടിട്ട് വിളിക്കുക. വാർത്ത കണ്ടിട്ട് വിളിക്കുക. വാർത്ത കണ്ടിട്ട് പെട്രോൾ ഒഴിച്ച് സമരം ചെയ്ത വ്യക്തിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. താങ്കൾ ആരാണോ? ഞാൻ ഈ വാർത്ത കണ്ടോണ്ടിരുന്ന മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വിളിച്ചതാ. എന്ത് ചോദ്യം! അങ്ങനെ ഒരു വാർത്ത താങ്കൾ ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണും ആ വ്യക്തി മരിച്ചത്. ഉണ്ടോ? അല്ല, ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ലൈവ് കണ്ടേ. സോഷ്യൽ മീഡിയ അതുപോലെ അവസാനം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ എന്ന വ്യക്തിയല്ല ഞായറാഴ്ച AICCയുടെ ആസ്ഥാനത്തിന് പേര് വരുന്നില്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തി ആ വാർത്തയ്ക്ക് ശേഷം 15 മിനിറ്റിൽ ആത്മഹത്യ ചെയ്യും. നോക്കൂ, ഇതൊരു തമാശ ഓഡിയോ ആയിട്ടോ തമാശ വീഡിയോ ആയിട്ടോ നിങ്ങൾ കാണല്ലേ. VD സതീശന് വേണ്ടി ഇവിടെ മരിക്കാനും വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്. അത് VD സതീശൻ ഇറക്കിയതാണെന്നോ അല്ലെങ്കിൽ VD സതീശന്റെ ഭാഗമായിട്ട് വേറെ ആളുകളൊക്കെ കളിക്കുന്ന നാടകമാണെന്നോ എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, ഈ വിളിച്ച വിളിയിൽ പോലും ആ മനുഷ്യൻ പ്രകോപിതനായിട്ട് പറയുന്നത് VD സതീശനല്ല മുഖ്യമന്ത്രിയാവുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു ആത്മഹത്യ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ അവസ്ഥ? ഇങ്ങനെയൊക്കെ നടക്കാറുള്ളത് നമ്മുടെ നാട്ടിലല്ല, അങ്ങ് തമിഴ്നാട്ടിലാണ്. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തമിഴ്നാട്ടുകാരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല അവഹേളിക്കാറുണ്ട്. ഈ അവഹേളനമൊക്കെ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇനി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. VD സതീശന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്മൃതി പരുത്തിക്കാട് മാത്രമാണ്. ഇനി അവരുടെ തേങ്ങലുകളാണ്. നോക്കുക, അധികാരം കിട്ടിയിട്ടും എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ കരയുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ പൈസ കൊടുത്ത് ഇറക്കിയതാണെന്ന മട്ടിൽ പറയുമ്പോൾ CPM-ന്റെ പ്രതിഷേധം മാത്രമേ ഉള്ളൂ ശരിയായ പ്രതിഷേധം. ഒരു നേതാവിന് വേണ്ടി ജനം തെരുവിലിറങ്ങുന്ന ഒരു CPM നേതാവിന് മാത്രമേ സാധ്യമാവുള്ളൂ. അതിന്റെ കോൺഗ്രസ് നേതാവിന് സാധ്യമാവില്ല. ഒരു ചോദ്യം, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ VD സതീശന്റെ പേര് തള്ളിയിട്ടുണ്ടോ? അല്ല ഒരു മിനിറ്റ് ഇവിടെ KC VD സതീശന്റെ പേര് ഇപ്പോഴും പരിഗണിക്കും. അല്ല, അങ്ങയുടെ അഭിപ്രായം എന്താ? അങ്ങയുടെ അഭിപ്രായം എന്താ? നേരത്തെ പറഞ്ഞല്ലോ. VD സതീശന്റെ പേര് ഇപ്പോഴും ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുണ്ടല്ലോ. അഭിപ്രായം പറയുന്നത് എന്തിനാണ് ഈ പ്രകടനം? അത് ശരി. അപ്പോൾ നമ്മൾ ഈ കണ്ട ലിസ്റ്റും ഇപ്പോൾ പറഞ്ഞ നേതാക്കളെ ഉപയോഗിച്ചുള്ള പ്രതികരണങ്ങൾ ഞാൻ പറയട്ടെ. കണ്ടില്ലേ, ഇവിടെ സുനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഇടപെട്ട് നാശമാക്കാൻ തോന്നുന്നത് ഇവരൊരു VD സതീശൻ ആരാധികയാണെന്ന് തോന്നിപ്പോകുന്നു. ആര്? നമ്മുടെ സ്മൃതി പരുത്തിക്കാട് VD സതീശൻ ആരാധികയാണ് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. ആ ഒരു ആരാധന മൂത്ത് VD സതീശൻ മുഖ്യമന്ത്രി ആയിട്ടില്ലെങ്കിൽ ഒരു വലിയ മാനസിക വിഷമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവരെ സോഷ്യൽ മീഡിയ വിളിക്കുന്നത് സ്മൃതി പരുത്തിക്കാട് എന്നല്ല, സ്മൃതീശൻ എന്നാണ്. സതീശൻ എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ട് സ്മൃതീശൻ എന്നുള്ള പേരോട് കൂടിയിട്ട് ഇവരൊക്കെ പലരും കളിപ്പിച്ചിട്ടൊക്കെ വിളിക്കാറുണ്ട്. അതൊന്നും അത്ര ശരിയല്ല. പക്ഷേ ഇവർക്ക് അടക്കം ഈ ഇലക്ഷൻ കഴിഞ്ഞ് പരിപൂർണമായിട്ട് 100 ചില്ലറ സീറ്റ് നേടിയിട്ട് ഇപ്പോഴിവർക്ക് ഒരാളെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് കരയേണ്ട അവസ്ഥ വരുമ്പോൾ ഈ ജനങ്ങളൊക്കെ എന്ത് പിഴച്ചു എന്നുള്ളതാണ്.
ബൈ.